ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് ഞാൻ റെസിപ്പി കാണിക്കാനല്ല പോകുന്നത്, ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ്. റെസിപ്പി ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് ഇടാം. ആദ്യം നമുക്ക് വേണ്ടത് പാലാണ്, 2 മാങ്ങ, പിന്നെ ഇതായിരുന്നു കാഷ്യൂനട്ടും കുറച്ച് കസ്കസും വേണമേ. പിന്നെ ഒന്നും ഇല്ല. പിന്നെ മാങ്ങ ഒന്ന് കഴുകി ഒന്ന് അരിഞ്ഞു വെക്കണം, കാണിച്ചു തരാമേ. കഴുകി ഒന്ന് വെച്ചാൽ മതി. കണ്ട ഇതൊക്കെ കണ്ട കസ് ഓൾറെഡി കുതിർന്ന് ഗൈസ്, കസ്കസ് കുതിർന്ന്. കസ്കസ് കുതിർന്ന കസ്കസ് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കഴിക്കും. വാ, ക്വാളിറ്റി നമ്മൾ കണ്ടത് അരിയുന്നുണ്ട്. സെക്കൻഡ് മാങ്ങ അല്ല, ഫസ്റ്റ് മാങ്ങ. നമ്മുടെ ഫസ്റ്റ് മാങ്ങയാണ്. ഒരു മാങ്ങ മതി, 2 മാങ്ങ അറിയാൻ പറഞ്ഞു പോയതാ. ഒരു മാങ്ങ മതി. പിന്നെ നമ്മുടെ ബ്ലെൻഡർ അടിച്ച് എടുക്കാൻ പോവാണ്. നമ്മൾ ബ്ലെൻഡർ എടുക്കണം. ബ്ലെൻഡർ അല്ല, പിന്നെ നമ്മുടെ മാങ്ങ വെറുതെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി, ചുമ്മാ അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. അമ്മൂമ്മയുടെ നേതൃത്വത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കണം എന്നാ പറഞ്ഞ. പിന്നെ നടുക്ക് വരുന്ന അണ്ടി മാറ്റി വെക്കണം കേട്ടോ. അണ്ടി നമ്മൾ അരക്കത്തില്ലല്ലോ. നടുക്ക് വരുന്ന അണ്ടിയോ? അല്ല, നടുക്ക് വരുന്ന അണ്ടി മാറ്റി വെക്കണേ. അത് വേണമെങ്കിൽ നിങ്ങൾ കൊച്ചുങ്ങൾക്ക് കൊടുത്ത് ഉറിഞ്ചാൻ പറയണേ, അല്ലെങ്കിൽ അമ്മമാർക്ക് കൊടുത്താൽ മതി. വെറുതെ കൊടുക്കണേ, ആർക്കെങ്കിലും കൊടുക്കണേ, കൊതിയുള്ളവർ ആർക്കെങ്കിലും. കഷ്ടമുണ്ട്. കണ്ട കഷ്ടം. നല്ല കാണാൻ നല്ല ചന്തമുള്ള മാങ്ങ. നമ്മളെ നെഞ്ചു പോലും പടച്ചു പോകും, അത്രയ്ക്ക് സുന്ദരൻ അമ്മമ്മ. ഇനി നമ്മൾ ഇവിടെ ഒരു ചെറിയ പാക്കേജിങ് ഉണ്ട്. തിരിച്ചു വെക്കട്ടെ. Cut here to pour. No bullying required. പിന്നെ ഈ കത്രിക കാണിച്ചിരിക്കുന്നതിൻ്റെ അടുത്തുകൂടി ഇങ്ങനെ വരെ യഥാർത്ഥ കത്രിക വെച്ച് കട്ട് ചെയ്യണം. എന്തുവാ, അമ്മയുടെ ഷേക്കിന് വേണ്ടിയുള്ള പപ്പായാണ് അത്. അമ്മമ്മ അതാ തിന്ന് തീർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് പാല്, നമ്മുടെ കുതിർത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കസ്കസ്, കുറച്ച് പാല് മതി കേട്ടോ. കുറച്ച് പാല് മതി കേട്ടോ. കണ്ട, ഇത്ര അളവിലെ പാല് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. കൊണ്ടുവെക്കാനൊന്നും ഇല്ലല്ലോ. പിന്നെ നമ്മുടെ ബ്ലെൻഡറിൽ നമ്മൾ വെച്ചേക്കണം സാധനം. പിന്നെ നമ്മുടെ പാല് കൊണ്ടുവെക്കണം. കാരണം അമ്മയുടെ പപ്പായയ്ക്ക് വേണ്ടി വേണം. പപ്പായ ജ്യൂസ് അല്ല, പപ്പായ ഷേക്കിന് വേണ്ടി വേണം. നമുക്ക് ആ പാല് തിരിച്ച് വെച്ചേക്കാം. നമ്മളാകെ കുറച്ച് ഉമ്മണിപ്പാല ഒഴിച്ചുള്ളൂ, അത് കാരണം നിങ്ങൾ കണ്ടതുമാണ്. പിന്നെ കുറച്ച് മധുരം ഇട്ട് കൊടുക്കണം. മാങ്ങയ്ക്ക് പുളി ഉണ്ടെങ്കിലും പുളിയാണെങ്കിലും മധുരമാണെങ്കിലും പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. എത്ര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താൽ നമ്മൾ? 5 ടീസ്പൂൺ. അല്ലെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ കൂടുതലാക്കാം, അല്ലെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം. എത്ര വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മുടെ പാല് ഇതൊക്കെ നമുക്ക് ഇനി ബ്ലെൻഡ് ചെയ്തെടുക്കണം. പിന്നെ ഗൈസ് ഒരു കാര്യം കൂടെ, ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നതിന് മുമ്പേ കുറച്ച് കറുകമം കൂടി
ചേർത്ത് കൊടുക്കുക. കോൾഡമം. അമ്മൂമ്മ അങ്ങനെ പറഞ്ഞല്ലേ അമ്മൂമ്മ? കോൾഡമം. പിന്നെ ഒരു കാര്യം കൂടി, സാധനം കുറുക്ക് പോലെയാണ്. കുറുക്ക് പോലെ കൊച്ചുങ്ങൾക്കും കൊടുക്കാം, നമുക്ക് വലിയവർക്കും കുടിക്കാം. ശബ്ദം സാധനം നോക്കാം. കൊണ്ടുവച്ചേക്കാം. അമ്മൂമ്മ കൊണ്ട് വെക്കാം. കഷ്ടം കൊണ്ടുള്ള ഞാൻ അതിൽ തുപ്പല് വെച്ച് തേച്ചതാ. തുപ്പല് വെച്ചല്ല, ചേ ഞാനത് നക്കിയതാ. അത് ആഹാ, സംഗതി നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇതിന് ചെറുതായിട്ട് നക്കി നോക്കിയതാ, പക്ഷെ നല്ല എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. സംഗതി കൊള്ളാം. സംഗതി നല്ല ടേസ്റ്റ് ഉണ്ട് കൈസ്. ആഹാ, കാണുമ്പോഴേ നമുക്ക് കൊതി വരത്തില്ലേ കൈസ്? ഒരു ഗ്ലാസ് എടുത്തോണ്ടോ ഗൈസ്? ഒരു ഗ്ലാസ് എടുത്തോണ്ട് വരാൻ അമ്മൂമ്മ പറഞ്ഞു. അമ്മയുടെ നേതൃത്വത്തിൽ നമുക്ക് ഗ്ലാസ് വേണ്ട, പാത്രം എടുത്തോട്ടെ. നമുക്ക് പാത്രം എടുക്കാം. കുറച്ച് നോയ്സ് ആയിരിക്കും. പിന്നെ ഒരു സ്പൂൺ കൂടി മതി. എനിക്കിത് മതി, എനിക്കിത് മതി. ഓക്കെ, നമ്മുടെ സാധനം സംഗതി നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരിക്കും സ്വാഭാവികമായിട്ട്. അത് അയ്യോ അമ്മേ അറിഞ്ഞില്ല എന്നൊന്നും പറയരുത്. നല്ല ടേസ്റ്റ് ആയിരിക്കും റൈസ്. മഞ്ഞപ്പൊടി ഇട്ട പോലെ മണം. അത്രയ്ക്ക് പാല് മഞ്ഞപ്പൊടി ഇട്ട് കുറുക്കിയിരിക്കുന്ന പോലെ അത്രയ്ക്ക് നല്ല ഇത്. പിന്നെ നല്ല ടേസ്റ്റും കൂടി ഉണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് നമ്മുടെ ടെസ്റ്റിംഗ് ടൈം. പിന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. കൊള്ളാം. ഗൈസ് കൊള്ളാം കേട്ടോ, ഈ സംഗതി കൊള്ളാം. എന്തായാലും നിങ്ങൾ മസ്റ്റ് ട്രൈസ് ആയിട്ടാണ്. ഞങ്ങളിത് 3 മാങ്ങയിലാണ് ചെയ്തത്. അപ്പോൾ 3 മാങ്ങ കിട്ടിയാലേ ഈ സാധനം നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അല്ലാത്ത മാങ്ങ വെച്ച് നിങ്ങൾക്ക് കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. ബൈ.